നമസ്കാരം ഗായ്സ്, 2-3 ആഴ്ചയ്ക്ക് ശേഷം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം നമുക്ക് പറയുന്നത് മിക്കവരും അറിയാമായിരിക്കും, ഞാൻ ലോഗോ അടിച്ചിട്ടാണ് ഫ്രൈഡേ നമ്മുടെ BJPയുടെ അർത്ഥാചരണം എക്സാം മാറ്റി ചൊവ്വാഴ്ചയാക്കി. ഇപ്പൊ അത് മാറ്റി ജനുവരി 4 ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നും പറയേണ്ട ഗായ്സ്, എക്സാം ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇന്ന് വീട്ടിലേക്ക് കിടക്കാം. പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഒന്നും തന്നെ ചാനൽ ഡിസ്കസ് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ചുറ്റുള്ള കാര്യമല്ലേ, നമുക്ക് സംസാരിക്കണമെന്നും ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വിചാരിച്ചത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലായി 5 സ്റ്റേറ്റ്സിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മിസോറാം, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന. പക്ഷെ ഈ എല്ലാ സ്ഥലങ്ങളിലും BJP എന്നുള്ള പാർട്ടി ജയിച്ചിട്ടില്ല. എല്ലായിടത്തും തോറ്റ് തുന്നം പാടിയ ഒരു കേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇലക്ഷനെ മിക്കൊരു സെമി ഫൈനൽ മാച്ച് പോലെയാണ് മിക്കൊരു കണക്കാക്കിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 2019 മെയ്യോടുകൂടി തന്നെ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യം എന്താണ്, ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് കാണിക്കുന്നതിനായിട്ട് ഈ ഒരു ഇലക്ഷൻ സാധ്യമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ BJP പൊട്ടി പാളിസാനുള്ള കുറച്ച് റീസൺസാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുക. കാരണം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണിത്. ഞാൻ കുറച്ച് പോയിന്റ്സ്, ഞാൻ ഇപ്പോൾ എന്റെ സ്വന്തം അഭിപ്രായം മാത്രമല്ല, പല വീഡിയോസ് റെഫർ ചെയ്ത് പലരുടെയും പേഴ്സണൽ ഒപ്പീനിയൻസ് എല്ലാം കൺസിഡർ ചെയ്ത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ കയറിയിട്ടുള്ളത്. എന്റെ പേരാതെ വീട്ടിലേക്ക് ഏറെ സ്വാഗതം. ആദ്യം തന്നെ BJP എന്തുകൊണ്ട് അവിടുത്തെ അധികാരം നഷ്ടപ്പെട്ടു നമുക്ക് മനസ്സിലാക്കുന്നതിന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, മിക്ക സ്റ്റേറ്റ്സിലും അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങളായി വ്യവസായങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പ്രോഡക്ട്സ് വിൽക്കാൻ സാധിക്കുന്നില്ല, ഈ പല കാര്യങ്ങളുണ്ടല്ലോ, GSTയുടെ കാര്യം, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ ഇതിന് പ്രോപ്പറായിട്ട് കെയർ നൽകാനോ ഒന്നും തന്നെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു രീതിയിൽ തന്നെ അവർ സപ്പോർട്ടിംഗ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. എന്നാൽ അധികാരത്തിലെത്തിയത് സാധാരണക്കാരനായി ചായക്കടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ സാധാരണക്കാരനായി സാധാരണക്കാരന്റെ ദുഃഖം മനസ്സിലാക്കുമോ എന്നൊക്കെ കരുതിയാണ് ജനങ്ങൾ റെയ്ഡ് കൈ നീട്ടി ഈ സർക്കാരിനെ സ്വീകരിച്ചത്. എന്നാൽ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നും അവർക്ക് ആവശ്യം വന്നപ്പോൾ അവരുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നും ഒരു സിറ്റുവേഷൻ സാധാരണക്കാർക്ക് ഉണ്ടായി. ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് കെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒരു രീതിയിൽ തന്നെ ഒന്നിനും തന്നെ മോദി തയ്യാറായില്ല. എന്നാൽ പക്ഷെ നമുക്ക് പ്രിയങ്ക ചോപ്രയുടെ കല്യാണം, അല്ലെങ്കിൽ കോഹ്ലി, അനുഷ്ക, അവരുടെ കല്യാണത്തിനൊക്കെ ഇത്രപോലെ വലിയ സെലിബ്രിറ്റീസിന്റെ ഒക്കെ മാരേജ് ഫംഗ്ഷനും അതേപോലത്തെ എല്ലാ വേളകളിലും അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെ സാധാരണക്കാര് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ നോർത്ത് ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റ്സ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അവിടെ കൂടുതൽ വ്യവസായങ്ങളെ ബേസ് ചെയ്ത് ജീവിക്കുന്ന പലരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാരെ അവിടെ വോട്ട് ചെയ്യാൻ പോകുന്നതും അവിടെ വോട്ട് ചെയ്യാൻ ചെന്ന ആൾക്കാരും അവർക്ക് എന്ത് പറയാനായിട്ട്, അവർക്ക് ഈ വിലക്കയറ്റവും ഇൻഫ്ലേഷനൊക്കെ കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ജീവിക്കാനുള്ള ഒരു വക പോലും അവർക്ക് ഉണ്ടാക്കുന്ന ആ സാധനങ്ങളിൽ നിന്നൊന്നും ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അങ്ങനെ പലർക്കും ഇതിനെപ്പറ്റി ധാരണ ലഭിക്കുകയും അങ്ങനെ ഇലക്ഷൻ റിസൾട്ടിനെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. അടുത്ത മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റാർ ക്യാമ്പയിനെ പറ്റിയാണ്. നമുക്കൊരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു പ്രമുഖനായ ഒരു വ്യക്തിയോ ആരെങ്കിലും കൊണ്ട് നമുക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ അവിടെ കിട്ടുന്ന വോട്ട് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ആ പ്രമുഖനായ വ്യക്തിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസിൽ കുറച്ച് വോട്ട് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കും. അങ്ങനെ BJP അവരുടെ സ്റ്റാർ ക്യാമ്പയിനെ കൊണ്ടുവന്ന ആള് ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്ററായ യോഗി ആദിത്യനാഥാണ്. എന്നാൽ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ഹിന്ദുമത വിശ്വാസി ആ ഒരു ലുക്കാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം ക്യാമ്പയിൻ നടത്തിയ മിക്ക സ്ഥലങ്ങളും റിലീജിയസ് കോഡ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ. എന്ന് പറയുമ്പോൾ അലി അഗെയിൻസ്റ്റ് ബജ്രംഗ് ബലി, മുസ്ലിം വേഴ്സസ് ഹിന്ദു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മിക്ക സ്ഥലങ്ങളും ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അദ്ദേഹത്തിനും അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ആയി. അടുത്ത നാലാമതായി ജനങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്ത് തന്നെ കാര്യം എടുത്തിരുന്നാലും, വികസനത്തിന്റെ ആയിരുന്നാലും എന്ത് തന്നെ കാര്യം എടുത്തിരുന്നാലും, എന്തെങ്കിലും പ്രോ കമ്പനീസിന്റെ കാര്യം, റിലയൻസ്, അംബാനി, അങ്ങനെ ഏത് കമ്പനീസ് ആയിരുന്നാലും വളർച്ചയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നാലും ഫസ്റ്റ് അല്ലെങ്കിൽ അവസാനം ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്ന ഒരു കാര്യം ഗുജറാത്ത് ഈ ഒരു കാര്യത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്ന മിക്ക കാര്യങ്ങളും. അപ്പൊ സാധാരണ നിനക്കൊരു തോന്നലുണ്ടായി, എന്തുകൊണ്ട് ബാക്കി സ്റ്റേറ്റ്സിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല, ബാക്കി സ്റ്റേറ്റ്സിൽ ഇങ്ങനെ വികസനം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് ഗുജറാത്തിൽ മാത്രം എല്ലാവരും അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മിക്ക ജനങ്ങളിലും ആ ഒരു തോട്ട് കൂടെ ഡെവലപ്പായി. ഇത് സാധാരണക്കാരിൽ ഉണ്ടായ ഒരു കാര്യം തന്നെയാണ്. ഇതും ഇലക്ഷനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. അടുത്ത അഞ്ചാമതായി പോയിന്റ് ഔട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, നമുക്കറിയാം RBI അല്ലെങ്കിൽ നമ്മുടെ CBI അങ്ങനെ പോലത്തെ ഡിപ്പാർട്ട്മെന്റ്സ് ധാരാളം നമുക്ക് ഇന്ത്യയിലുണ്ടല്ലോ. അതേപോലെ ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹെഡായിട്ടുള്ള പല ആൾക്കാരും ഈ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നയങ്ങളോട് യോജിക്കാതെ എതിർത്ത് സംസാരിക്കുകയും എന്തൊക്കെ ചെയ്തിരുന്നാലും അവരെ സ്ഥലം മാറ്റുകയും അല്ലെങ്കിൽ അവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടുകയും അങ്ങനെ സിറ്റുവേഷനൊക്കെ പലതുണ്ടായി. അടുത്ത ആറാമതായി BJP വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
ഡിമോണിറ്റൈസേഷനാണ്. ഞാൻ നിങ്ങളൊക്കെ തന്നെ ഇതിലൊരു ഭാഗമായി മാറിയ ഒരു കാര്യം തന്നെയാണ് 500 രൂപയുടെ 1000 രൂപയുടെ നോട്ട് നിർത്തലാക്കിയത്. അത് എന്തുമാത്രം ബുദ്ധിമുട്ട് എനിക്ക് പഠിക്കുന്ന സമയത്തായാലും അഡ്മിഷൻ സമയത്തൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ്. വളരെ വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു. ഞാൻ നിങ്ങളൊക്കെ തന്നെ ഇതിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് നല്ല രീതിയിൽ തന്നെ അവരെ ബാധിച്ചു. ഏഴാമതായി മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചെന്ന് പറയുന്നത് GST ആണ്. കാരണം സാധാരണക്കാരിൽ മേടിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഉപ്പ് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും GST ഉണ്ട്. അല്ലെങ്കിൽ പണം നമ്മൾ ടാക്സ് അടയ്ക്കാതെ മേടിച്ച സാധനം, അല്ലെങ്കിൽ ടാക്സ് വളരെ കുറച്ച് അടച്ചിരുന്ന സാധനങ്ങൾക്ക് ഇന്ന് വളരെ വളരെ ഹൈ ടാക്സ് ഒക്കെ അടച്ച് നമ്മൾ സാധനങ്ങൾ മേടിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അത് കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഴ്സും അതേപോലെ മാനുവൽസും ഒക്കെ വാങ്ങിക്കുന്നതിനായിട്ട് വളരെ ബുദ്ധിമുട്ടും വളരെ ക്യാഷ് അവർക്ക് ചിലവാക്കേണ്ടി വരുന്നു. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് ഈൽഡ് ലഭിക്കുന്നുമില്ല. അവർക്ക് ആ സാധനങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്നുമില്ല. അടുത്ത 8ാമത്തെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ വിലയാണ്. പെട്രോളിന്റെ വില നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന സംഭവമാണ്. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യമല്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്രയാണോ റേറ്റ് അതിനനുസരിച്ചാണ് എല്ലാ രാജ്യത്തിലും ഈ ചേഞ്ച് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗവൺമെന്റിനും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. എല്ലാ ഗവൺമെന്റും ഈ ഒരു പ്രഷർ ലഭിക്കുന്നുണ്ട്, പെട്രോൾ റേറ്റ് ഇങ്ങനെ കൂടുന്നതും വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നതിനായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുമാത്രം ടാക്സ് ആണ് നമ്മൾ ഗവൺമെന്റ് പെട്രോൾ വില കൊടുക്കുന്നതെന്നും അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കണം. കൂടുന്ന സമയത്ത് കുറയ്ക്കാനും ടാക്സ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ കുറയുന്ന സമയത്ത് വീണ്ടും ടാക്സ് കൂട്ടി വെക്കാനൊക്കെ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കണം. അല്ലാതെ എല്ലാ സമയത്തും ടാക്സ് കൂടുന്നത് മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല, കുറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 100 മുതൽ 130% വരെ ടാക്സ് വാങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഇരട്ടിയുമല്ല, 3 ഇരട്ടി പ്രൈസ് ആണ്. പ്രൊഡക്റ്റിന്റെ 3 ഇരട്ടി പ്രൈസ് ആണ് നമ്മുടെ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് തന്നെ മേടിക്കുന്നത്. പെട്രോൾ വിലയെ പറ്റി നല്ല ഇൻഡെപ്റ്റ് ആയി ഡിഫൈൻ ചെയ്ത വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഐ ബട്ടണിൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം. BJPക്ക് എന്തുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് 7 പോയി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. പക്ഷേ അവരുടെ പോസിറ്റീവ് വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. കാരണം ടെററിസ്റ്റ് അറ്റാക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറവ് ടെററിസ്റ്റ് അറ്റാക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത് പഴയ കാര്യം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ഇലക്ഷൻ ജയിക്കത്തക്ക ആ ഒരു സ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് എഴുത്താനായി സാധിച്ചിട്ടില്ല. അടുത്തവർ തോൽക്കാനായിട്ട് മറ്റൊരു മെയിൻ കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പറ്റിയാണ്. ഇപ്രാവശ്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി കളിച്ച് നമുക്കാണെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മോദി അമിത്ഷായൊക്കെ നടത്തിയതിനെക്കാളും തന്നെ വളരെ നല്ല രീതിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പല സ്ഥലത്ത് ക്യാമ്പയിനും മീറ്റിംഗ്സും ഒക്കെ നടത്തി ആൾക്കാരെ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നിങ്ങൾ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. കാരണം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. 2019 മാർച്ച് ഇലക്ഷനിൽ ആര് ജയിക്കും, നരേന്ദ്രമോദി തിരിച്ച് അധികാരത്തിൽ എത്തുമോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.